അലഹബാദിൽ തന്നെ നഗരഹൃദയത്തിൽ നിന്നും അധികം ദൂരത്തല്ലാതുള്ള ഫൈസാബാദ് റോഡിൻ്റെ ഓരം ചേർന്ന് 20 ഏക്കറിൽ പടർന്നു കിടക്കുകയാണ് പച്ചപ്പിൻ്റെ ഒരു ലോകമപ്പാടെ. യൂറോപ്പിലോ റഷ്യയിലോ കാണാനിടവരുന്ന അതിസമ്പന്നമായ ഒരു എസ്റ്റേറ്റിൻ്റെ എല്ലാവിധ ഹരിതകാന്തിയോടും കൂടി ആനന്ദഭവനം എന്ന ചരിത്ര സ്മരണകളുടെ കൊട്ടാരം. ആനന്ദഭവനിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വലിയൊരു ശിലാഖണ്ഡത്തിലായി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാം. കല്ലും കുമ്മായവും ചേർത്തു വെച്ചുണ്ടാക്കിയ വെറുമൊരു കെട്ടിടമല്ല ഇത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളുമായി അഭേദ്യമാം വിധത്തിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപാട് തീരുമാനങ്ങൾക്കും ഒത്തിരി ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതാണ് ഇതിൻ്റെ അകത്തളങ്ങൾ. എന്നാൽ സ്വാതന്ത്ര്യ സമരവുമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും നെഹ്റു കുടുംബവുമായും ചരിത്രം പങ്കുവയ്ക്കുന്ന ആനന്ദഭവനം എന്ന ഈ മനോഹര സൗധത്തിനു പിന്നിൽ അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നത് കാണാം. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ അധിക്ഷേപിച്ച 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അലിഗഡ് സ്വദേശിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ സെയ്ദ് അഹമ്മദ് ഖാന് നേരിടേണ്ടി വന്ന നഷ്ടങ്ങളെ പരിഗണിച്ച് വടക്കു പടിഞ്ഞാറൻ പ്രോവിൻസുകളുടെ ഗവർണറായിരുന്ന സർ വില്യം മെയർ സംഭാവനയായി നൽകിയതാണ് 20 ഏക്കറോളം വരുന്ന ഈ ഭൂപ്രദേശം. അലിഗഡിൽ നിന്നും നിരന്തരമായി അലഹബാദിൽ എത്തേണ്ട ആവശ്യമുള്ള ഒരാൾ എന്ന നിലയിൽ അയാൾക്കവിടെ വാസയോഗ്യമായ ഒരു മന്ദിരം പണിയാനുള്ള പ്രേരണയും ബുദ്ധിമാനായ ഗവർണറുടേതായിരുന്നു. അവിടെ 1871 അഹമ്മദ് ഖാൻ നിർമ്മിച്ച മുഹമ്മദ് മൻസിൽ എന്ന മനോഹരമായ മന്ദിരമാണ് ഇന്ന് നാം അറിയുന്ന ആനന്ദഭവനമായി രൂപാന്തരം പ്രാപിച്ചത്. 42 മുറികളും ഒരേ സമയം 100-ലധികം ആളുകൾക്ക് താമസിക്കാൻ തക്ക സൗകര്യങ്ങളുമുള്ള മന്ദിരത്തെ എவ்விധവും സ്വന്തമാക്കാനും ബ്രിട്ടീഷ് പ്രതാപത്തിൻ്റെ ഭാഗമാക്കാനും ലഫ്റ്റനന്റ് ഗവർണർ മോഹിച്ചെങ്കിലും അതിനോടകം അത് അഭിഭാഷകനായ മോത്തിലാൽ നെഹ്റുവിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നിരുന്നു. അക്കാലത്ത് വേണമെങ്കിൽ ഇന്ത്യ രാജ്യം തന്നെയും വിലയ്ക്ക് വാങ്ങാൻ തക്കവിധം സമ്പന്നനായിരുന്ന മോത്തിലാൽ 1900 20,000 രൂപയ്ക്കാണ് ആ 20 ഏക്കർ സ്ഥലവും വീടും സ്വന്തമാക്കുന്നത്. പിന്നീട് നടന്ന നിരവധി നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് നാം ഇന്നു കാണുന്ന നിലയിലേക്ക് ഒരു ഇംഗ്ലീഷ് എസ്റ്റേറ്റിൻ്റെ പ്രൗഢിയിലേക്ക് ആനന്ദഭവനം രൂപാന്തരം പ്രാപിക്കുന്നത്. ജവഹർലാൽ നെഹ്റു നേതൃത്വ നിരയിലേക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരുന്ന 1930കളിൽ മോത്തിലാൽ ആനന്ദഭവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകുകയായിരുന്നു. അതോടെ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനമായി അത് മാറി. പിന്നീട് അതിൻ്റെ അകത്തളങ്ങളിൽ സംഭവിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകരുന്ന അനവധി ചരിത്ര സംഭവങ്ങൾ. മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മുൻനിര നേതാക്കന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചരിത്ര സ്മരണകൾ ഇവിടെ പുനർജനിക്കുന്നു. അവർ 3 പേരുടെയും പഠനമുറികൾ, വിശ്രമമുറികൾ, ബാരിസ്റ്റർമാരായിരുന്ന മോത്തിലാലും ജവഹർലാലും ഉപയോഗിച്ചിരുന്ന നിയമഗ്രന്ഥങ്ങളുടെ അതിവിപുലമായ ശേഖരം, മഹാത്മാഗാന്ധി നൂൽക്കാൻ ഉപയോഗിച്ചിരുന്ന ചർക്ക എന്നിങ്ങനെ ആ നിര നീളുകയാണ്. 1917 ഇന്ദിരാ പ്രിയദർശിനി പിറന്നു വീണത് ആനന്ദഭവനിലായിരുന്നുവെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിട്ടതും അധികം ദൂരത്തല്ലാതുള്ള ഫൈസാബാദിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നായിരുന്നു എന്നതും യാദൃച്ഛികമാകണമെന്നില്ല. 1971 റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്ത ഇന്ദിരാഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചുവെന്നാരോപിച്ച് എതിർ സ്ഥാനാർത്ഥിയായ രാജനാരായണൻ സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ വിധി പുറപ്പെടുവിച്ചത് 1975 ജൂൺ 12 അതോടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കപ്പെടുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഇന്ദിരാഗാന്ധിയെ വിലക്കുകയും ചെയ്ത ആ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. വിവാഹാനന്തരം ഇന്ദിരയും ഫിറോസും ഫോട്ടോ സെഷനു വേണ്ടി പ്രത്യക്ഷപ്പെട്ട ആനന്ദഭവന്റെ പുറത്തളത്തിൽ ചരിത്രത്തിൻ്റെ ക്രൂരതകൾ അറിയാത്ത ദമ്പതികൾ വീണ്ടും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു.